ഓം ഗും ഗുരുഭ്യോ നമ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീകൃഷ്ണ ചരിത്രത്തിലേക്ക് തന്നെ മടങ്ങാം. ദ്വാരകാനാഥൻ ഭക്തനായ കുചേലന് അമൃതസമമായ ഭോജ്യങ്ങൾ നൽകി തൻ്റെ സ്വമഞ്ചത്തിൽ കൂടെ ശയിപ്പിച്ച് മധുര നർമാലാപങ്ങളാൽ ആനന്ദിപ്പിച്ചു. രാത്രി മുഴുവനും തൻ്റെ പ്രേമ സർവസ്വത്തെ കൊണ്ടും സ്പർശിച്ചും മധുരവാണികൾ കേട്ടും കുചേലൻ ആനന്ദം അനുഭവിച്ചു. പിറ്റേന്നാൾ പ്രഭാതത്തിൽ സ്വഗൃഹത്തിലേക്ക് പുറപ്പെട്ട സുഹൃത്തിനെ വൈകുണ്ഠനാഥൻ നമസ്കരിച്ച് പ്രേമവചനങ്ങളാൽ സന്തോഷിപ്പിച്ചുകൊണ്ട് വളരെ ദൂരം അനുഗമിച്ചിട്ട് യാത്ര അയച്ചു. ശ്രീകൃഷ്ണ സമീപത്ത് ഇരുന്നിടത്തോളം സമയം കുചേലൻ ദേഹസ്മരണയില്ലാത്ത ഭാവലോകത്തായിരുന്നു. ആഹാരാദികളെല്ലാം ശരീരം നിർവഹിച്ചു എന്നല്ലാതെ താനൊന്നും അറിഞ്ഞില്ല. ശ്രീ ഭഗവാനെ പിരിഞ്ഞ് തനിച്ചായപ്പോൾ ഓരോന്ന് ചിന്തിച്ചു തുടങ്ങി. അഹോ, എൻ്റെ ഭഗവാന്റെ ഭക്തവാത്സല്യം ഞാൻ സ്പഷ്ടമായി കണ്ടു. ലക്ഷ്മി നികേതനായ ആ തിരുമാരണം ഈ ദരിദ്രന്റെ മാറോട് ചേർത്ത് എൻ്റെ നാഥൻ ഗാഠം ഗാഠം ആലിംഗനം ചെയ്തു. അല്പനും ദരിദ്രനുമായ ഞാനെവിടെ? ശ്രീ നികേതനായ മഹാപ്രഭു എവിടെ? പക്ഷേ ഈ അന്തരം ഒട്ടും വകവയ്ക്കാതെ എൻ്റെ നാഥൻ രണ്ട് തൃക്കൈ കൊണ്ടും എന്നെ കെട്ടിപ്പിടിച്ചു. ശ്രീദേവിയുടെ മഞ്ചത്തിൽ ഈ മനുഷ്യക്കോലത്തെ പിടിച്ചിരുത്തി ലോകമാതാവിനെ കൊണ്ട് ഈ നീചനെ വീശിപ്പിച്ചു. ജഗത്തിനെല്ലാം അഭയപ്രദാനം ചെയ്യുന്ന തൃക്കര പങ്കജം കൊണ്ട് ഈ അധമന്റെ കാൽ തലോടി. ദേവാദിദേവൻ ഈ മാംസപിണ്ഡത്തെ തന്നിലും ശ്രേഷ്ഠമായി കരുതി അതിശയ സ്നേഹാദരവോടെ പൂജിച്ചു. ആ പരമപുരുഷന്റെ പാദസേവ കൊണ്ടാണ് പ്രാണികൾക്കെല്ലാം ഇഹപര സൗഭാഗ്യങ്ങൾ സകലതും കിട്ടുന്നത്. ആ പരമപ്രഭുവിന്റെ കൃപാകടാക്ഷം ലഭിക്കാത്തവന്റെ പ്രയത്നങ്ങളൊന്നും തന്നെ സഫലമാകുകയില്ല. എനിക്കൊട്ടും ധനം തന്നില്ല എങ്കിലെന്ത്? എനിക്ക് ധനം വേണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കേണ്ടത് ഞാനല്ല, എൻ്റെ രക്ഷകനാണ്. അതിൻ്റെ കാരണമെന്തെന്നും ശ്രീകൃഷ്ണ കൃപയാൽ മനസ്സിലാകുന്നുണ്ട്. ദരിദ്രനായ ഇവന് ധനം കൊടുത്താൽ വിഷയസുഖങ്ങളിൽ ഭ്രമിച്ച് എന്നെ മറന്നുപോകാൻ ഇടയുണ്ട്. എന്നെ മറന്നാൽ ഇവന്റെ ഗതി എന്താകും? അതുകൊണ്ട് ഇവനും ഞാനാകുന്ന ധനം മാത്രം മതി എന്നുള്ള അപാരകാരുണ്യം കൊണ്ട് മാത്രമാണ് പ്രഭു ധനം തരാത്തതെന്ന് ഞാൻ കരുതുന്നു. ഭർത്താവ് ധനവും കൊണ്ടുവരും. അതിനെ കൊണ്ട് പൊരിയുന്ന സന്താനങ്ങളെ വിശപ്പടക്കാമെന്ന് ഭാര്യ മനപ്പായസം കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അഖില ചരാചരങ്ങളെയും കാത്തുരക്ഷിക്കുന്ന ലക്ഷ്മിപതി നമ്മുടെ കുഞ്ഞുങ്ങളെ മാത്രം കൈവിടുമോ? ഒരിക്കലുമില്ല. ഈ സത്യം അവൾ അറിയുന്നില്ല. അത് പറഞ്ഞു മനസ്സിലാക്കി സമാധാനിപ്പിക്കാതെ അവളുടെ വാക്കു കേട്ട് ഇറങ്ങിത്തിരിച്ചതിൽ ലജ്ജ തോന്നുന്നു. ഇപ്രകാരമെല്ലാം ആത്മകഥം ചെയ്തും ശ്രീകൃഷ്ണ സങ്കീർത്തനം ചെയ്തുകൊണ്ടും തൻ്റെ ഗൃഹപരിസരത്തിലെത്തിയ ബ്രാഹ്മണൻ അത്ഭുതസ്തബ്ധനായി മിഴിച്ചു നിന്നുപോയി. എന്ത്, ഞാൻ വഴിതെറ്റി വീണ്ടും ദ്വാരകയിൽ തന്നെ വന്നുവോ? രുക്മിണി മന്ദിരം തന്നെയാണ് മുമ്പിൽ കാണുന്നത്. ആയിരിക്കേയില്ല. കാരണം അജ്ഞപത്നീഗ്രഹങ്ങൾ ബഹുസഹസ്രം ഇവിടെ കാണുന്നില്ലല്ലോ. അപ്പോൾ ദേവേന്ദ്ര സൗധത്തെയും അതിശയിപ്പിക്കുന്ന ഈ മണിമാളിക ഏത്? ചുറ്റുപാടും വിചിത്രങ്ങളായ ഉദ്യാനങ്ങൾ, ഉപവനങ്ങൾ, പക്ഷികളുടെ കളകൂചനങ്ങൾ, പുഷ്പങ്ങൾ വികസിച്ചു നിൽക്കുന്ന മനോഹര തടാകങ്ങൾ എന്നിവയെല്ലാം കാണുന്നു. ദേവനാരികളെ പോലെ കാന്തി വീശുന്ന സ്ത്രീകളും പുരുഷന്മാരും സർവ ആഭരണഭൂഷിതരായി അങ്ങുമിങ്ങും സഞ്ചരിക്കുന്നു. തൻ്റെ ചെറ്റപ്പുര ഇവിടെയെങ്ങും കാണാനില്ല. തനിക്ക് സ്ഥലം തെറ്റിപ്പോയെന്ന് നിശ്ചയിച്ച് തിരിച്ചു പോകാൻ ഭാവിച്ചു. അപ്പോൾ ദേവോപവന്മാരായ പുരുഷന്മാരും നാരീമണികളും ഉപഹാരങ്ങളെ വഹിച്ചുകൊണ്ട് വാദ്യമേളങ്ങളോടുകൂടി വന്ന് കുചേലനെ സാദരം എതിരേറ്റ് സ്വീകരിച്ചു. അതാ തൻ്റെ സഹധർമ്മിണി പ്രധാന മന്ദിരത്തിൽ നിന്നും ഹർഷസംഭ്രമത്തോടെ ഇറങ്ങി വരുന്നു. രൂപലാവണ്യം കൊണ്ടും വസ്ത്രാഭരണ സമ്പത്തുകൊണ്ടും ശ്രീദേവി തന്നെയാണോ എന്ന് സംശയിച്ചു പോകും. ആ പതിവ്രതാരത്നം കുലസ്ത്രീകൾക്ക് ഉചിതമായ വിധം നാഥനെ മനസ്സാ പ്രണമിച്ചും പ്രേമാശ്രുക്കളെ ഒഴുക്കിക്കൊണ്ട് കടാക്ഷിച്ചു നിന്നു. രാജകുമാരന്മാരെ അതിശയിപ്പിക്കുന്ന മുഖ തേജസ്സോടും വേഷവിധാനങ്ങളോടും കൂടി സന്താനങ്ങളും വന്നു പിതാവിനെ നമസ്കരിച്ചു. അതെല്ലാം കണ്ട് ആശ്ചര്യഭരിതനായ ബ്രാഹ്മണൻ ഭാര്യാപുത്രാദികളോടും പരിജനങ്ങളോടും കൂടി ആ ഉത്തുംഗ സൗധത്തിൽ പ്രവേശിച്ചു. അതിൽ മരതകം പതിച്ച ചുമരുകൾ, മുത്തുമാലകളാൽ പ്രകാശമാനങ്ങളായ വിധാനങ്ങൾ, രത്നദീപങ്ങൾ, സ്വർണസിംഹാസനങ്ങൾ, സ്വർണമയങ്ങളായ കട്ടിലുകൾ, ഭേനതുല്യങ്ങളായ ശയ്യകൾ ഇത്യാദി സമ്പദ് സമൃദ്ധികളെ കണ്ടു. പക്ഷേ മാധവനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച വിപ്രന് അവയിൽ അശേഷം ഭ്രമം തോന്നിയില്ല. ഈ ലീല മാധവന്റേത് തന്നെയെന്ന് ബോധ്യമായിട്ട് ഭക്തൻ ആത്മകഥം ചെയ്തു. ദരിദ്രവാസിയായ ഇവനും കുബേരോപമമായ സമ്പൽ സമൃദ്ധി ഉണ്ടായത് പ്രഭുവിന്റെ കരുണാകടാക്ഷം കൊണ്ട് മാത്രമാണ്. സകല ഐശ്വര്യങ്ങളും എൻ്റെ പ്രഭുവിന്റെ വകയാണ്. ദാസന്മാർക്ക് എത്രയധികം വാരിക്കൊടുത്താലും പോരാ എന്നത്രേ തന്തരുവടിയുടെ മനോഭാവം.
നിർധനനായ എന്നെ സഖാവായി അംഗീകരിച്ച മഹാപ്രഭു സർവ്വ ഐശ്വര്യങ്ങളുടെയും ആവാസസ്ഥാനമാണ്. അതിനാൽ ഭക്തന് എത്ര കൊടുത്താലും അത് ഭഗവാന്റെ ദൃഷ്ടിയിൽ അല്പം മാത്രമാണ്. അർത്ഥിയെ അറിയാതെ പരോക്ഷമായി കൊടുക്കുന്നതിലാണ് അവിടത്തേക്ക് താൽപ്പര്യം. ഉണക്കി കരിയുന്ന വിളകൾക്ക് ജീവനമായ മഴ എപ്പോൾ കിട്ടുമെന്ന് ഉത്കണ്ഠാകുലരായ കൃഷിക്കാർ ഉറങ്ങുന്ന സമയത്ത് മേഘം വർഷിക്കുന്നത് പോലെ ഭക്തന് എത്ര കൊടുത്താലും പോരാ എന്നും സർവേശ്വരൻ വിചാരിക്കുന്നു. ഭക്തൻ എത്ര തുച്ഛമായ വസ്തു സമർപ്പിച്ചാലും അതിനെ മഹത്തായിട്ടും കരുതുന്നു. ഞാൻ കൊണ്ടുപോയ ഒരു പിടി അവിൽ മഹാത്മാവായ ശ്രീകൃഷ്ണൻ എത്ര പ്രീതിയോടെയാണ് സ്വീകരിച്ചത്. എനിക്ക് ഇഹലോക ഐശ്വര്യങ്ങളോ പരമപുരുഷാർത്ഥമായ മോക്ഷം തന്നെയുമോ വേണ്ട. സർവ ഗുണാലയനും മഹാനുഭാവനും പുരുഷോത്തമനുമായ ഭക്തവത്സലനിൽ നിരതിശയ പ്രേമം, സഖ്യം, ദാസ്യം എന്നിവ ഉത്തരോത്തരം വർദ്ധിക്കുമാറാകണം. ജന്മങ്ങൾ എത്ര സംഭവിച്ചാലും സങ്കടമില്ല. പ്രിയ ഭഗവാന്റെ നിർമ്മല യശസ്സിനെ അനവരതം കീർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തന്മാരായ മഹാത്മാക്കളോടുള്ള സംസർഗം എപ്പോഴും ഉണ്ടാകണം. കരുണാസമുദ്രമായ ഭഗവാൻ ഭക്തനെ ഒരിക്കലും അധംപതിക്കാൻ അനുവദിക്കുകയില്ല. ധനികന്മാർക്ക് ധനത്തോടൊപ്പം മതവും വർദ്ധിച്ചു വരും. അവർ ഭഗവാനിൽ നിന്ന് അകന്ന് അഗാധമായ സംസാരക്കുഴിയിൽ ചെന്ന് വീഴും. അത്രത്തോളം മാദകവും വിനാശകരവുമായ ഐശ്വര്യങ്ങളെ ഭഗവാൻ തൻ്റെ അനന്യഭക്തന് കൊടുക്കുകയില്ല. ഉത്തരോത്തരം വളരുന്ന അചഞ്ചല ഭക്തി മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇപ്രകാരം ഭക്തദാസനായ ജനാർദ്ദനന്റെ കൃപാപാത്രമായ കുചേലൻ അനുസന്ധാനം ചെയ്ത് മനസ്സിനെ സകല വിഷയങ്ങളിൽ നിന്നും പിൻവലിച്ചു. പ്രഭു പാദകമലങ്ങളിൽ ഉറപ്പിച്ചു നിർത്തി. ഭഗവാൻ കൊടുത്ത ഐശ്വര്യങ്ങളെ തിരസ്കരിച്ചില്ല. അവ ഭഗവാൻ കൊടുത്തതാണെന്നുള്ള സത്യം ഒരു ക്ഷണവും മറക്കാതെ ധർമ്മപത്നിയുടെ സന്തോഷത്തിനായി മാത്രമായി ഒട്ടും ആസക്തി കൂടാതെ ഉദാസീനനായി അനുഭവിച്ചു. പ്രിയതമനായ ജഗന്നാഥനെ പൂർവാധികം ദൃഢമായി ഒരു നിമിഷവും മറക്കാതെ സേവിച്ച് കാലം കഴിച്ചു. പ്രാരാബ്ധാവസാനത്തിൽ തന്തിരുവടി ഭക്തനെ തൻ്റെ പാദമൂലത്തിൽ ശാശ്വതമായി ചേർത്തു. ഈ പുണ്യകഥ ശ്രദ്ധാപൂർവം പഠിച്ച് ഉൾക്കൊള്ളുന്നവർ കുചേലനെ പോലെ ഭക്തിഭാവത്തിൽ ദൃഢചിത്തരായി കർമ്മബന്ധത്തിൽ നിന്നും വിമുക്തരായി ഭവിക്കും. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.